സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അപമാനിച്ചെന്ന വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പരാമർശത്തിൽ താൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു. സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച ഡോക്ടർ P സരിൻ മൂന്നാമതായെന്നും പരാമർശം. പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ്. ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ പരാമർശം വിവാദമായതോടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയല്ല താൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് വിശദീകരിക്കുകയാണ് PMA സലാം. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ ഞാൻ ഒളിയം ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ അപമാനിക്കാനാണ്. ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ചു. മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന LDF സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് അയാൾ മൂന്നാം സ്ഥാനത്ത് പോയി. വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത്. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ പ്രസ്താവന ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ ജിഫ്രി തങ്ങളുടെ പേരിലാക്കി മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ജിഫ്രിയെ അപമാനിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ കാല് മാറ്റി കൊണ്ടുവന്ന് ഇത്രത്തോളം അപമാനിച്ച മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോയത്. ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു അത് തന്നെയാണ്. അത് മാറ്റിമറിക്കാൻ കാലങ്ങളായി നടക്കുന്ന ചില ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ വ്യാജമായ പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത്. വിവരങ്ങളുമായി അഭിന P ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ PMA സലാമിന്റെ വിവാദ പരാമർശത്തിനു പിന്നാലെയാണ് സുന്നി യുവജന സംഘടനകൾ ഒരു സംയുക്തമായൊരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് കുറച്ചു നേരം മുൻപ് ഒരു കുറിപ്പ് തയ്യാറാക്കിയത്. ഈ കുറിപ്പിന് പിന്നാലെ PMA സലാം വലിയ രീതിയിലൊരു പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതായത് ഇന്നലെ നടന്ന ഈ ഒരു ഇലക്ഷന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയവുമായി സംബന്ധിച്ചുള്ള ഒരു കുവൈറ്റിൽ നടന്ന ഒരു പ്രധാന പരിപാടിയിൽ മുനവർ അലി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം PMA സലാം നടത്തിയത്. അത് ഇപ്രകാരമായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണെന്നും എന്നാൽ മൂന്നാമതെത്തിയ P സരിന് തോൽവിയിലേക്ക് എത്തിച്ചത് മറ്റൊരു നേതാവ് അനുഗ്രഹിച്ചതിന് പിന്നാലെയാണ് എന്ന് തുടങ്ങിയ രീതിയിൽ ഒരു പരാമർശമായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സുന്നി യുവജന സംഘടനകൾ പ്രസ്താവനയിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളെ കാണാൻ വരുന്നത് സ്വാഭാവികമാണെന്നും അത് മികച്ച രീതിയിൽ മര്യാദപൂർവമായാണ് തങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഈ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സമസ്ത പോലുള്ള സംഘടനകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെയാണ് സുന്നി യുവജന സംഘങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ സുന്നി യുവജന സംഘടനകൾ എത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ PMA സലാം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. താൻ ഒരിക്കൽ പോലും ജിഫ്രി മുത്തുക്കോയ തങ്ങളെയല്ല ഉദ്ദേശിച്ചത്, താൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഉദ്ദേശിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്. എന്നാൽ നമുക്കിതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ ഒരു പരാമർശം
പരാമർശത്തിൽ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നടത്തിയ പരാമർശത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് മുസ്ലിം സംഘടനയുടെ ഒപ്പം ഈ മുസ്ലിം സംഘടന എത്രത്തോളം ഒരാളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അടിവരയിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വ്യക്തമായും തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആതിര, ശരിയാണ്. നടന്മാർക്കെതിരായ പീഡന പരാതി പിൻവലിക്കില്ലെന്ന് ആലുവയിലെ നടി. തീരുമാനം മാറ്റിയത് ഭർത്താവിന്റെ പിന്തുണയെ തുടർന്നെന്നും നടി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു.